ഹായ് ചങ്കളെ ബി ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ബംഗാളിൽ നിന്ന് എരമംഗലത്തേക്ക് പണിക്ക് പോണ പോക്കട്ടോ. എരമംഗലം അയിരൂർക്കാണ്. അപ്പോൾ പോണ പോക്കിൽ ചന്ദനേട്ടനെ കിട്ടിയതാണ്. അപ്പോൾ എരമംഗലത്ത് ഇറക്കിയിട്ട് ഞാനിതാ അയിരൂർക്ക് എത്തി. ഇതാണ് അയിരൂര്. നമ്മൾ പണിയെടുക്കാൻ വേണ്ടി പോണ വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ പണി തുടങ്ങണത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അയിരൂര്. നമ്മൾ വടമുക്കിലത്തെ അദ്ദുക്കാൻ്റെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ ഇന്ന് പണി. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങും പണി. അതിൻ്റെ പേര് പറയും അസി. എത്രയല്ലേ പഠിക്കണേ? നല്ലല്ലേ. നമ്മൾ അതിലൊരു തെങ്ങിന് വേണ്ടി വന്ന് നടത്തിയിട്ടാ കുട്ടി. അപ്പോൾ ഞങ്ങളെ പണി തുടങ്ങാൻ വേണ്ടി പോകട്ടെ. ആദ്യത്തെ തെങ്ങ് ഇതാണ്. അപ്പോൾ നമ്മളെ തേങ്ങ വറക്കി കൂട്ടുന്ന അച്ഛൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കുമാരേട്ടനൊന്നും പറയില്ല, രണ്ട് വർത്താനൊന്നുമില്ല. എന്നാ വേഗം നോക്കല്ലേ. ഇന്ന് മഴ ഉണ്ടാവില്ലേ? നാളെ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ എല്ലാ പരിപാടികൾ ഇതാണ്. നമ്മൾ പണിയെടുക്കുന്ന വീട് കേട്ടോ. അയിരൂരാണ്. വടമുക്കിലെ നമ്മളെ അദ്ദുക്കാൻ്റെ ഭാര്യ വീടാണ്. അപ്പോൾ ഞങ്ങൾ അയിരൂരത്തെ ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുമാരേട്ടൻ അവിടെ തേങ്ങ പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കുമാരേട്ടൻ്റെ വീട്ടിലേക്കും കുമാരേട്ടൻ്റെ മോൻ്റെ വീട്ടിലേക്കും തെങ്ങേറാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇവിടെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പോകാൻ. അപ്പോൾ അവിടുത്തെ താത്താൻ്റെ ബൈക്കിൻ്റെ മുകളിലാണ് ഞങ്ങൾ പോകണം അങ്ങോട്ട്. അപ്പോൾ പോണ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് പോകണത് എന്താണെന്നൊക്കെ. ഓക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അവരുടെ വീടും കുമാരേട്ടൻ്റെ മോൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് കൊമ്പും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു. കുറച്ച് പണികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ബൈക്കിൻ്റെ മുകളിൽ നമ്മൾ പോകണം. അവിടുത്തെ താത്താൻ്റെ ബൈക്കാണ്. നമ്മൾ പണിയെടുക്കാൻ വേണ്ടി പോയി താത്താൻ്റെ ബൈക്കാണ്. നമ്മൾ ഇളനീരൊക്കെ ഇവിടെ ടച്ച് ഇനി വന്നിട്ട് ചെത്തി കൊടുക്കുകയാണ്. മുകളിൽ കയറ്റിയിട്ടുണ്ട്. അവന് ബൈക്കിന്റെ മുകളിലാട്ടാ പോണത്. കുമാരേട്ടൻ്റെ വീടിന്റെ അടുത്ത് നമ്മൾ ബൈക്ക് അവിടെ വെച്ചിട്ട് കുമാരേട്ടൻ്റെ വീടിന്റെ അടുത്ത് എത്തി. അപ്പോൾ കുമാരേട്ടൻ്റെ പേരക്കുട്ടി കുമാരേട്ടനെ കണ്ടേക്ക് വന്നിക്കേട്ടാ. അപ്പോൾ ഈ റോസ് പെയിന്റ് അടിച്ചുള്ള വീടാണ് നമ്മളെ കുമാരേട്ടൻ്റെ വീട്. എൻ്റെ കൂടെ മുന്നേ ഞങ്ങൾ വാർപ്പണിയൊക്കെ ഒന്നിച്ചിട്ട് പണിയെടുത്തിരുന്ന കേട്ടോ. കുമാരേട്ടൻ്റെ രണ്ട് മക്കളും, ഒന്ന് അച്ചു ഒന്ന് ബാലനൊക്കെ ഞങ്ങൾ ഒപ്പം വണ്ടി അത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ബൈക്ക് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പോ ഇവിടുത്തെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അങ്ങോട്ട് പോണം. എവിടേക്ക്? വീടിന്റെ അവിടുന്ന് ഇവരുടെ മകന്റെ വീട്ടിലേക്ക് പോകണം. ബാലന്റെ വീട്ടിലേക്ക് പോകണം. ഇതില് പച്ചുവാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ അയിരൂരാണ് ഇപ്പൊ ഉള്ളത് കേട്ടാ. അപ്പൊ ഓരോ ദിവസം പലതരത്തിലാണ് നമ്മളെ ദിവസങ്ങൾ പോയോണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിന്റെ ചുറ്റുപാടുള്ള വീടുകളൊക്കെയാണ്. അയിരൂര് തന്നെയാണ് ഇവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചുറ്റുപാടുള്ള വീടുകളാണ്. അങ്ങനെ ഓടിട്ട പെരകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കണ്ട പഴയ വീടുകൾ ഒക്കെ അങ്ങനത്തെ ഓടിട്ട പെരകളൊന്നും ഇല്ല. ഒക്കെ പൊളിച്ചിട്ടൊക്കെ പുതിയ വാർത്തകളായി മാറിയില്ല. വീടുകളൊക്കെ ഭയങ്കര സന്തോഷം പഴയ ഇതിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇനി കുമാരേട്ടനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടാ. പോയോണ്ടിരിക്കണേ ഞമ്മള്. മൂപ്പര മോന്റെ വീട് കാണിച്ചു തരാം. ബാലിന്റെ വീട് നമ്മളിപ്പത്ത് വെച്ചിട്ട് മൂപ്പര പിന്നാലെ എത്തുന്നതാണല്ല. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഇവിടെ നിന്നുകൊണ്ട് കാണും വിചാരിക്കും. ആ കാണാണെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് പോണല്ല. അതുമല്ല, മൂപ്പര് വീണ്ടും അങ്ങോട്ട് പോയോണ്ടിരിക്കണം. നമ്മള് മൂപ്പര പിന്നാലെ പോയോണ്ടിരിക്കട്ടാ. അപ്പൊ ഇനിയിപ്പോ ഈ കാണാൻ വേണ്ടി പോണ വീടാണ് നമ്മളെ സ്നേഹിതൻ്റെ വീട്. ഇവിടെ മകൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ തെങ്ങേറാൻ വേണ്ടി വന്നുള്ളത്. ഇതാണ് ബാലിൻ്റെ വീട്. അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ തെങ്ങേറാനുള്ളത്. ഇവിടെ ഇനി 2 തെങ്ങ് കയറിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. അപ്പോൾ മൂപ്പരുടെ വീട്ടിലും 2 തെങ്ങ് കയറി, ഇവിടെയും 2 തെങ്ങ് കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ അവിടുത്തെ താത്താനായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നിട്ട് താത്ത അതിനെ പാറമേലൊക്കെ കൊണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ബാലിൻ്റെ വീട്. ബാലനാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ തെങ്ങേറ്റം കഴിഞ്ഞ് നമ്മളിതാ അവിടുന്ന് യാത്രയാവുകയാണ്. അങ്ങനെ ഓരോ ദിവസം എവിടേക്കൊന്നും ഇല്ലാതെ കണ്ടിട്ടുള്ള തുടക്കം. എവിടുന്ന് തുടങ്ങി കഴിഞ്ഞ് എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു എത്തും പിടുത്തൊന്നും ഇല്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കെന്നെ അറിയില്ല എന്താ ചെയ്യണേ എങ്ങനെയാണെന്നൊന്നും. പക്ഷേ അച്ഛൻ്റെ പാപ്പൻ്റെ വീടാണ് ഈ കാണുന്നത്. എന്താ അവരുടെ പാപ്പൻ്റെ വീടാണ്. കുമാരൻ്റെ അനിയൻ്റെ വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി വീണ്ടും നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളൊരു സുഹൃത്തിനെ കണ്ടിട്ട് നമ്മൾ മുന്നേ ഒപ്പം പണിയെടുത്തിരുന്നത്. ഇതാണ് സജീഷ് പോയി. അപ്പോൾ അവൻ അവിടേക്ക് റോഡ് പണിക്ക് മെറ്റലടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി
പോവായിരുന്നു. അപ്പൊ ഇത് മൊത്തം വെട്ടാൻ പോകട്ടെ. ഒപ്പം പണിയെടുത്തിരുന്നു. അയിരൂര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന ടൈമിൽ വാർപ്പണിക്ക് പോകുമ്പോ വന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞില്ല മരമൊക്കെ മരത്തിന്റെ കൊമ്പും ഇതൊക്കെ വെട്ടിട്ട് കൊടുത്ത് മരത്തിനും ഇതൊക്കെ വലിച്ചിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ തെങ്ങില് മാത്രല്ല നമ്മൾ എന്ത് പണി പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന പണിയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങള് നമ്മളെ കടന്നു പോണത്. നല്ല രസമുള്ള സംഭവം. അപ്പൊ അവിടുന്ന് അങ്ങനെ അവിടുത്തെ ഉമ്മാനായിട്ടൊക്കെ വന്ന് അവരെന്നെ പുത്തമ്പള്ളിക്ക് കൊണ്ടാക്കി. അപ്പോൾ പുത്തമ്പള്ളിക്ക് നിന്ന് അങ്ങനെ വരുന്ന വരവിൽ ഞങ്ങൾ അവിടുന്നാണ് ഓരോ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കല്. പക്ഷെ ഇന്ന് ഞങ്ങൾ എരമംഗലത്ത് നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പോൾ അവരും അപ്പുറത്ത് നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വനിതാ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി അടിച്ചെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദുഖാൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവരെന്നൊക്കെ ഞാൻ അവർ അദ്ദുഖാൻ്റെ വീട്ടിൽ അവരെന്നെ ഇവിടെ കൊടുന്നാക്കി കൊടുത്തിട്ട് എനിക്ക് പിന്നെ വർഷാപ്പിലേക്ക് പോകാണ്ട് അത്താണി വർഷാപ്പിലേക്ക് പോകാണ്ട്. അപ്പോൾ ഞാനൊരു കുടിസ് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പണിക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ സത്താർക്ക് വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി മൂപ്പരെ വണ്ടി ഒന്ന് ഷാർട്ടാക്കണം. കുറേ ദിവസമായി അവിടെ അപ്പോൾ വണ്ടി ഷാർട്ടാക്കാൻ വേണ്ടിയിട്ട് വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഓരോ ദിവസം എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടിയുടെ പോവാണ്. ആ കാണുന്ന റോസ് പെയിന്റ് അടിച്ച സത്താർക്കാൻ്റെ വീട്. അതാ കാണാണ് നമ്മള് സത്താർക്കാന്റെ വീട് കേട്ടാ. മൂപ്പരെ വണ്ടി മേലെ കിടക്കുന്നുണ്ട്. മൂപ്പര് തൃശ്ശൂരാണ്. ഷർട്ടാക്കണമെന്ന് ഈ കാണാണ് നമ്മളിപ്പോ പണിയെടുത്തിരുന്നില്ല. അയിരൂര് പണിയെടുത്തിരുന്ന അവിടുത്തെ താത്താനെ എങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ വടമുക്കിലാണ്. അപ്പൊ ഇതാണ് അദ്ദുഖാന്റെ വീട്. നമ്മളെ ഇലക്ട്രീഷ്യൻ അദ്ദുഖാന്റെ വീടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ വെറുതെ വന്നാണ്. അപ്പൊ അവിടുന്ന് ചാവി അടിക്കാൻ വേണ്ടി വന്നപ്പോ ഇതാണ് നമ്മളെ അദ്ദുഖ. ഈ അദ്ദുഖാന്റെ ഭാര്യ വീട്ടിലാണ് ഇപ്പൊ നമ്മളൊന്ന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ അത്താനിക്കേക്ക് അടുത്ത അത്താനിക്കേക്ക് പോവാണ്. നമ്മളെ വർക്ക്ഷോപ്പിൽ വണ്ടി അവിടേക്കൊന്ന് പോകണം. വണ്ടി ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏതായാലും നമ്മള് വർക്ക്ഷോപ്പിലേക്ക് പോകാം. എന്തായാലും വേണ്ടില്ല ഇനി വർക്ക്ഷോപ്പിലേക്ക് പോവാ. അപ്പൊ ഞാൻ അത്താനി വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പരെ വണ്ടി ഒന്ന് റൗണ്ട് അടിക്കും വേണം. കുറേ ദിവസമായി അവിടെ കിടക്കലാണ്. വീട്ടിൽ നിന്നാണ് നമ്മൾ ചാർജ് മേടിച്ചത്. അതാണ് നമ്മളെ സത്താർക്കാൻ്റെ വീട്. അപ്പോൾ അവിടുന്നാണ് നമ്മൾ പോകണം. അപ്പോൾ ഇതിന് റോസി വന്നിട്ടാ. എനിക്ക് പേടിയാണ് ഈ സാധനത്തിന്. അത് വേറെ കാര്യം. റോസിനെ വിളിച്ചേക്ക് സത്താർക്കാൻ്റെ വണ്ടിയാണല്ലേ. ഇവിടെ ആകെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ആകെ നാശമായിട്ട് കിടക്കണം. അടക്കം ആകെ കരിമ്പല പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഷാർട്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷാർട്ടാക്കിയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമ്മളപ്പോൾ ഏതായാലും കത്താനിക്കേക്ക് പോകണ്ടാണ്. നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അടുത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി ഇതാക്കി വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ട് വർക്ക്ഷോപ്പിലത്തെ വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ. ഇതിന്റെ മുകളിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്താനിക്കേക്ക് എത്തിയില്ല. അപ്പൊ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.